2016 മുമ്പ് കേരളത്തിന്റെ സ്ഥിതി ദയനീയമായിരുന്നു. ജനങ്ങൾ UDF ഭരണത്തെ ശപിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് LDF റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കൊല്ലം കോർപ്പറേഷൻ LDF പ്രകടന പത്രികയും പ്രകാശനം ചെയ്തു. റിപ്പോർട്ടിലേക്ക്. അല്ല, 2016 മുമ്പ് UDF ഭരണകാലത്ത് കേരളത്തിന്റെ സ്ഥിതി ദയനീയമായിരുന്നു. എല്ലാവരും ശപിക്കുകയായിരുന്നു, വേദനിക്കുകയായിരുന്നു. കാലാനുസൃതമായ പുരോഗതിയില്ല. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യരംഗം പുറകോട്ടുപോയി. ഗതാഗത സൗകര്യം പഴഞ്ചൻ മാതൃകയിൽ. കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങൾ പശ്ചാത്തല സാഹചര്യം മെച്ചപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്നത്തെ UDF സർക്കാരിനെ ശപിച്ചു. 2016 LDF സർക്കാർ അധികാരമേറ്റപ്പോൾ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തു. ജനങ്ങളുടെ നിരാശ മാറി. നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങളെത്തി. ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2011 അധികാരത്തിൽ വന്ന UDF എല്ലാ മേഖലയും പുറകോട്ട് കൊണ്ടുപോയി. രക്ഷപ്പെടുത്താനാകാത്ത രീതിയിലുള്ള തകർച്ചയിലേക്ക് കേരളം കൂപ്പുകുത്തുന്നതാണ് കണ്ടത്. ഇത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിൽ മാറ്റം വന്നു. 2021 എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്ന് തുടരാൻ കഴിഞ്ഞു. തുടർ ഭരണത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ മേഖലയും കൂടുതൽ കരുത്താർജിച്ചു. ഇപ്പോൾ നമ്മുടെ നാട് ലോകം തന്നെ അംഗീകരിക്കുന്ന വലിയൊരു അംഗീകാരം നേടിക്കഴിഞ്ഞു. തുടർ ഭരണം എന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, വികാസത്തിനാണ് വഴിവെച്ചിട്ടുള്ളത്. ക്ഷേമപ്രവർത്തനങ്ങളിലും ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തെ 4800 നഗരങ്ങളിൽ മികച്ച ശുചിത്വ പട്ടികയിൽ കൊല്ലം നഗരം 5ാം സ്ഥാനത്തെത്തിയെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലെ LDFന്റെ 56 സ്ഥാനാർത്ഥികൾക്കും മുഖ്യമന്ത്രി വിജയാശംസകൾ നേർന്നു. മുല്ലക്കര രത്നാകരൻ, M മുകേഷ് MLA, CPIM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ, MS ഷാരിയർ, K വരദരാജൻ, PS സുബാൽ MLA തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.